الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് എന്നെയും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചു മരിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരായ മുത്തഖീങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. റമദാൻ വരുമ്പോ സത്യവിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ 11 മാസക്കാലത്തെ നമ്മുടെ ജീവിതം റമദാനിൽ നിന്ന് ഒരുപാട് അകലെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഒരുപാട് ചൈതന്യങ്ങളും ഒരുപാട് തഖ്വകളും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിയെടുത്ത ഒരുപാട് നന്മകളും പലപ്പോഴും നമ്മിൽ നിന്ന് കൈമോശം വന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റമദാനിലൂടെ നമുക്ക് അത് വീണ്ടും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷെ ആ തഖ്വ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് വേര് പിടിച്ച് ഇറങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, റമദാനൊക്കെ വരുമ്പോ വടക്കേ മലബാറുകളിൽ തേച്ചുകുളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സമ്പ്രദായം മുമ്പേ ഉള്ളതായി നമുക്കറിയാം. അഥവാ നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ പരിസരവും ഒക്കെ ശുദ്ധീകരിച്ച് റമദാനം സ്വീകരിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരു ആചാരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ മനസ്സിനെ ആ റമദാനെ സ്വീകരിക്കാൻ പാകപ്പെടുത്തുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും ആത്യന്തികമായ അനിവാര്യമായിട്ടുള്ള ഒരു ദൗത്യം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ റമദാനിന് മുമ്പായി നമ്മൾ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നമ്മെ തന്നെ. നമ്മുടെ കഴിഞ്ഞ ഈ 11 മാസത്തെ നമ്മുടെ ജീവിതത്തിന് ഇടയ്ക്ക് നമ്മൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ പലപ്പോഴും തിന്മകളുടെ പടുകുഴിയിലാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം. ഒരുപാട് കൂരിരുട്ടുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മഹാപ്രകാശമാകുന്ന റമദാൻ അത് പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. റമദാൻ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, റമദാൻ നിങ്ങൾക്ക് എന്ത് തരും എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പൊ തഖ്വയുള്ളവരാവുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല എന്നർത്ഥം, ചെറിയ കാര്യമല്ല എന്നർത്ഥം. അത് നേടിയെടുക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ആ തഖ്വ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമ്മൾ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടവരാണ് നമ്മുടെ ജീവിതത്തിനിടയിൽ. ഒരുപാട് മതമുള്ളവരെ, മതമില്ലാത്തവരെ, കറുത്തവരെ, വെളുത്തവരെ, വ്യത്യസ്ത ഭാഷക്കാരെ, വ്യത്യസ്ത നാട്ടുകാരെ, ഒരുപാട് തരത്തിലുള്ള മനുഷ്യന്മാരെ കണ്ടവരാണ്. വൈകല്യമുള്ളവരെ, വൈകല്യമില്ലാത്തവരെ, പല വിധേനയുള്ള മനുഷ്യന്മാരെയൊക്കെ കണ്ടവരാണ്. പക്ഷേ അതൊന്നും അള്ളാഹുവിന്റെ മുമ്പിൽ വിലപ്പോവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കോടീശ്വരന്മാരെയും പണമുള്ളവരെയും പണമില്ലാത്തവരെയും ഒക്കെ ഹാജരാക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകാരം നൽകിക്കൊണ്ട്, ആദരവ് നൽകിക്കൊണ്ട്, പരിഗണന നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകാരം നൽകുന്നത് ഈ പറയുന്ന തഖ്വയുള്ളവർ മാത്രമാണ് എന്നാണ്. ആ തഖ്വ നിങ്ങൾക്ക് സമ്മാനമായി നൽകാനുള്ള മാസമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാപ്തമായ മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ ആ മനസ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ആ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒരു മനുഷ്യന് 2-3 തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് നമ്മുടെ ഭൗതികമായ ശരീരമാണ്. മനുഷ്യരെല്ലാവരും അതിന്റെ പിന്നാലെയാണ്. നമുക്കറിയാം, ഭൗതികമായ ആളുകൾ, ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള ഈ ബോഡിയെ അതിന് നന്നാക്കുവാൻ വേണ്ടിയാണ്. രാവിലെ ഉറങ്ങിയെഴുന്നേറ്റത് മുതൽ നമ്മൾ പരിചരിക്കുന്നത് ഈ ഭൗതികമായ നമ്മുടെ ഈ ബോഡിയെയാണ്. വസ്ത്രം കൊണ്ട് അലങ്കരിക്കുന്നത്, ലിപ്സ്റ്റിക്കിടുന്നത്, പൗഡർ ഇടുന്നത്, അതുപോലെ തന്നെ കുളിക്കുന്നത്, വ്യത്യസ്തമായ കോസ്മെറ്റിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം ഈ പറയുന്ന ഭൗതികമായ ശരീരത്തെ പാകപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കറിയാം, ഈ ശരീരം എന്ന് പറയുന്നത് വെറും നമ്മുടെ ഈ ഫ്യൂസ് ഊരിക്കഴിഞ്ഞാൽ, നമ്മുടെ റൂഹിനെ ഊരിക്കഴിഞ്ഞാൽ വെറും 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും പുഴുത്തു പോകുന്ന, അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരം മാത്രമാണ് നമ്മുടെ ഈ ഭൗതിക ശരീരം എന്നുള്ളത്. ആ ഭൗതിക ശരീരത്തിനകത്ത് നമുക്കറിയാം 2 കാര്യങ്ങൾ കൂടി കുടികൊള്ളുന്നുണ്ട്. അഥവാ അത് നഫ്സാണ്. ആദ്യം പറയുന്നത് ജിസ്മാണ് എങ്കിൽ രണ്ടാമത് നഫ്സാണ്, മറ്റൊന്ന് റൂഹാണ്. ഇത് മൂന്നും കൂടിയതാണ് മനുഷ്യ ശരീരം എന്നുള്ളത്. ഈ മനുഷ്യ ശരീരത്തിനകത്ത് വെറും ദുർബലമായ, ഏറ്റവും ആളുകളാൽ ഏറ്റവും അധികം പരിഗണിക്കപ്പെടുകയും പരിചരിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ഈ ഭൗതിക ശരീരം, അതിനപ്പുറത്ത് നമ്മൾ പരിപാലിക്കുകയും ആദരിക്കുകയും നമ്മുടെ മരണാനന്തരവും നമുക്ക് വിജയക്കൊടി നാട്ടുവാനുള്ള ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന നഫ്സ് അഥവാ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം. അതാണ് ആ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഭൗതികമായ ശരീരം നമ്മിൽ നഷ്ടപ്പെട്ടാലും എപ്പോഴും നമ്മുടെ മുമ്പിൽ മികച്ചു നിൽക്കുന്ന, നമ്മുടെ മുമ്പിൽ തികഞ്ഞു നിൽക്കുന്ന, നമ്മുടെ മുമ്പിൽ നമുക്ക് പരലോകത്തിന്റെ നേട്ടങ്ങൾ വാരിക്കോരിത്തരുന്ന നമ്മുടെ സ്വർഗം, അത് വാങ്ങിത്തരുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ്
പരമപ്രധാനമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വശംസു വറുഹാഹാ വൽ ഖമരി ഇദാ തലാഹ എന്ന് തുടങ്ങുന്ന ആയത്തിൽ, ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ പ്രാപഞ്ചികമായിട്ടുള്ള അടയാളങ്ങളെയും എടുത്തു പറഞ്ഞ് സത്യം ചെയ്തതിന് ശേഷം പറയുന്നത് വനഫ്സിൻ വമാ സവ്വാഹാ വഅല്ലമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്നുള്ളതാണ്. അഥവാ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയവൻ, അഥവാ ആ പാകപ്പെട്ട നിങ്ങളുടെ ആ നഫ്സ് തന്നെയാണ് സത്യം. വഅല്ലമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നിങ്ങളുടെ ധർമാധർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധവൽക്കരണം നൽകിയവൻ, ആ ബോധവൽക്കരണം നൽകപ്പെട്ട ആ നഫ്സിനെ തന്നെയാണ് സത്യം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമുക്ക് നൽകി എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ അകക്കാമ്പി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കഴമ്പി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശാബോധം നിർണ്ണയിക്കുന്ന, നമ്മുടെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന നമ്മുടെ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത്. അതിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്, അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിനാണ് റമദാൻ നമ്മുടെ മുമ്പിലുള്ളത്. തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് ഒരുപാട് കേട്ടവരാണ് നമ്മൾ, അല്ലേ? ഒരുപാട് ഖുത്ബകളിൽ വ്യാപകമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് എന്നുള്ളത്. പക്ഷേ നമുക്കറിയില്ല എങ്ങനെയാണ് ഈ തഖ്വ നമ്മൾ നിർവഹിക്കുക എന്ന്. പക്ഷേ അത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ബോധമനസ്സാലോ ഉപബോധ മനസ്സാലോ നമ്മൾ ബോധ്യപ്പെട്ട ഒരു മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അറിയാം, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ പോലും ചിലത് ഹറാമാക്കിയപ്പോൾ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദനീയമായ വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, അത് പകൽ നേരങ്ങളിൽ ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം, നമ്മൾ നോമ്പുകാരാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മൾ നിരസിക്കും. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ നാവിൽ നിന്ന് അനാവശ്യമായ ഒരു കാര്യം വരുമ്പോഴേക്കും, ഇനി റമദാൻ കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിനകത്ത് അതുണ്ടാകുമ്പോ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പകൽ സമയത്ത് ചിലപ്പോ വെള്ളം കുടിക്കാൻ നമുക്ക് ഭയം തോന്നും. അങ്ങനെ പാകപ്പെട്ട മനസ്സ് നമുക്കുണ്ടാകുമെന്ന് നമുക്കറിയാം. അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയെ ആർജിച്ചെടുക്കുവാൻ, ഫലഭൂയിഷ്ടമാക്കി എടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാസമാകുന്ന റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ ഈ പറയുന്ന മനസ്സിനെയാണ്, നഫ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനൊരുപാട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ ഈ പറയുന്ന ചുറ്റുപാടുകൾ വിശുദ്ധീകരിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമാവണം. അതിന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് റമദാൻ വരുമ്പോഴേക്കും മുൻഗാമികളായ ആളുകൾ 6 മാസത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം മഹാസൗഭാഗ്യമാകുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്ന തഖ്വ എന്ന് പറയുന്നത്. ആ ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊതിയോടുകൂടി റമദാനിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആ റമദാനിന് വേണ്ടി ഒരുങ്ങുക. മനസ്സാവാച കർമ്മണ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുക. നമ്മൾ മനസ്സുകൊണ്ട് കൃത്യമായും അതിനു വേണ്ടി നിരന്തരമായി മെനക്കെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നുള്ളത് റൂഹാണ്. റൂഹിനെ കുറിച്ച് നമുക്കൊന്നും അറിയുകയില്ല. അത് ഈ പറയുന്നത് പോലെ ഭൗതികമായ ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുവാനോ മറ്റോ ഒന്നും നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഖുലിർ റൂഹു മിൻ ഇൻദ റബ്ബി, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് അല്ലാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. വമാ ഊതിതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അറിയുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് ആ വിഷയം നമ്മുടെ അജണ്ടയിലുള്ളതല്ല. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാനില്ല. മറിച്ച് നമ്മുടെ മുമ്പിലുള്ളത് 2 കാര്യമാണ്. ഒന്ന്, ഇവിടെയുള്ള മുഴുവൻ മനുഷ്യന്മാരും വലിയ താല്പര്യപൂർവ്വം കൊണ്ട് നടക്കുന്ന വലിയ സമ്പത്ത് മുടക്കി പരിചരിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഭൗതികവാദികളൊക്കെ ആളുകൾ എന്തെല്ലാമാണ് ചർച്ചയിൽ പറയുന്നത്, മുഴുവൻ ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്ത് മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയാം. അതിനുശേഷം ഈ ലോകം നിലനിൽക്കുമെന്ന് നമുക്കറിയാം. അതിനുശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ലോകം വരാനിരിക്കുന്നുണ്ട് എന്ന ബോധവും അതിനകത്ത് നമ്മൾ വിജയിക്കുകയും ചെയ്യണമെന്നുള്ളത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് റമദാൻ കടന്നു വരുന്നതിന് മുമ്പായി നമ്മുടെ മനസ്സിനകത്തേക്ക് പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സുണ്ടാവണം. നമ്മുടെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കണം. എന്തിനെന്നാൽ ആ റമദാൻ നമ്മിലേക്ക് വരുന്നതിന് വേണ്ടിയും
ആ റമദാനിൽ ഈ ലഅല്ലക്കും തത്തഖൂൻ തഖ്വയുള്ളവരായിക്കൊണ്ട് വിജയം വരിക്കാൻ സാധ്യമാകുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഈ വിജയക്കൊടി നമുക്ക് കൈവരിക്കുന്നതിന് വേണ്ടി, പരലോകത്ത് നമുക്ക് വിജയം വരിക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം, മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തെറ്റുകൾ കുമിഞ്ഞുകൂടും. തെറ്റുകൾ ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ മെനക്കെടൊന്നും വേണമെന്നില്ല. സാഹചര്യങ്ങളാലും നമ്മുടെ യാദൃശികമായ സ്വഭാവങ്ങളാലും ഒക്കെ തെറ്റുകൾ വന്നു കൂടും. നമ്മള് ഉദാഹരണത്തിന് ഈ കൃഷി സ്ഥലം പോലെയാണ്. കൃഷിസ്ഥലത്ത് കളകളൊക്കെ നമ്മൾ വലിയ വളം ചെയ്യാതെ തന്നെ വന്നുകൂടും. പക്ഷേ എന്നാൽ അത് നല്ല നിലയിൽ നമുക്ക് പരിചരിച്ചതിന് നല്ല ഫലഭൂയിഷ്ടമായ ഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് കൃത്യമായ പരിചരണം ആവശ്യമാണ്. അതുപോലെയാണ് നമ്മുടെ നെഫ്സിന്റെയും അവസ്ഥ. നമ്മുടെ നെഫ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ ഒരുപാട് തിന്മകൾ കളകളെ പോലെ ഇങ്ങനെ വെറുതെ നമ്മുടെ മേൽ വന്നു വീഴും. പക്ഷേ നമ്മൾ വൃത്തിയായി നമുക്ക് ഫലം ലഭിക്കണമെങ്കിൽ ആ കളകളൊക്കെ പറിച്ചു കളഞ്ഞ് നമുക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന് അനുഗ്രഹീതമായ തഖ്വ ലഭിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നെഫ്സിനെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ പേരുകൾ ഇട്ട് വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നഫ്സുൽ അമ്മാറ എന്നുള്ളതാണ്. അഥവാ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തിന്മയിലേക്ക് എപ്പോഴും ചാഞ്ഞു കിടക്കുന്ന, എപ്പോഴും തിന്മ ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസിയുള്ള ഒരു പ്രകൃതമാണ് മനുഷ്യന്റെ എന്ന് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. എപ്പോഴും കളകളുള്ള, എപ്പോഴും തിന്മകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തെ പരിചരിച്ച് നമുക്ക് പരിരക്ഷിച്ച് നമ്മുടേതായ നന്മയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് തിന്മയിൽ എപ്പോഴും ചാഞ്ഞു കിടക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, തിന്മയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യ പ്രകൃതം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നമുക്ക് അത് ധാരാളമായി നമ്മൾ അതിന് മുഴുകിക്കഴിഞ്ഞാൽ, എപ്പോഴും ആ തിന്മയിൽ തന്നെ നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് രോഗമായി പരിവർത്തിക്കും. നിങ്ങൾ തിന്മ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവുകയും യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ നിങ്ങൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ അള്ളാഹു പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, അവരുടെ മനസ്സിൽ ഒരു രോഗമുണ്ട്, ആ രോഗം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോ രോഗാതുരമായ ഒരു മനസ്സിലേക്ക് നമ്മുടെ മനസ്സ് മാറും. തിന്മയുടെ ആധിക്യം അധികരിച്ചു വരുമ്പോൾ. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മാറണം. നമുക്ക് കുറ്റബോധമുണ്ടാകും. മനസ്സിന്റെ ഒരു പ്രത്യേകത, മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകതയാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന മനസ്സുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് നഫ്സുൽ ലവ്വാമ എന്നുള്ളതാണ്. അഥവാ മനസ്സാക്ഷിക്കുത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ എന്താണ് നന്മ എന്ന് ചോദിച്ച റസൂൽ പറഞ്ഞു, സൽ സ്വഭാവമാണ്, അഥവാ ഹുസ്നുൽ ഖുലുഖാണ് എന്ന് പറഞ്ഞു. പക്ഷെ തിന്മ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റൊരാൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സാക്ഷിക്കുത്തുണ്ടാവുകയും ചെയ്യുന്നത് എന്താണോ അതാണ് തിന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സാക്ഷിക്കുത്തുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഒരു കള്ള് ഷാപ്പിന് മുമ്പിലാണെങ്കിൽ, അതല്ലെങ്കിൽ സിനിമാ തിയേറ്ററിന് മുമ്പിലാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുന്നത് മറ്റൊരാൾ കാണുന്നതിനെ ഒരാൾ ഭയപ്പെടുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ആ തിന്മ ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നു എങ്കിൽ അതാണ് തിന്മ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യ പ്രകൃതവും നമുക്കുണ്ട്. അതിൽ നിന്ന് നമ്മൾ അടുത്തതായി വളരേണ്ടത്, നേരത്തെ പറഞ്ഞു, ധാരാളമായി തിന്മ ചെയ്യുന്ന, രോഗാതുരമായ തിന്മയിൽ മുഴുകിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് മനസാക്ഷിക്കുറിച്ചുള്ള ചെയ്യുന്ന തിന്മയെ കുറിച്ച് അവബോധമുണ്ടാകുന്ന, കുറ്റബോധമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ അവിടെ നിന്ന് നമ്മൾ മാറണം. അവിടെ നിന്ന് മാറേണ്ടത് ഖൽബുൽ നഫ്സുൽ മുത്മഇന്നയിലേക്കാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, അതാണ് വലിയ ഉയർന്നതായ സ്ഥാനം എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ എത്തുമ്പോ തീർച്ചയായും അവിടെ നമുക്ക് വലിയ അള്ളാഹുവിന്റെ അംഗീകാരവും ബഹുമാനങ്ങളും നമുക്ക് ലഭിക്കും. മരണസമയത്ത് പോലും നമുക്കറിയാം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഈ മനസ്സുകളെ
കളകളൊക്കെ പറിച്ചു കളഞ്ഞ് വിശുദ്ധമായ മനസ്സോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും നിരന്തരമായി പണിയെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനാണ് അള്ളാഹു നമ്മെ പ്രോത്സാഹിപ്പിച്ചത്. അതിനാണ് ഈ പറയുന്ന തഖ്വ എന്ന് പറയുന്ന മനോഹരമായ ഒരു വിഭവം നമ്മോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫലമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഈ പറയുന്ന മുഴുവൻ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥയിൽ ഈ പറയുന്ന തഖ്വ കൊണ്ട് വിശുദ്ധി പ്രാപിച്ച കൽബുൽ മുത്മഇന്നയിലേക്ക് വളർന്ന മനുഷ്യന്മാരെ, കൽബുൽ സലീമിലേക്ക് വളർന്ന മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ കറാമത്തുള്ളവരായി, അള്ളാഹുവിന്റെ അടുക്കൽ ആദരവുള്ളവരായി, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ളവരായി മാറുന്നവർ ഈ പറയുന്ന തഖ്വ ആർജിച്ച ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ ബിഅല്ലാഹി ബിഖൽബിൻ സലീം. ഖൽബുൻ സലീമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി സാധിക്കണം. മക്കളും അതുപോലെ തന്നെ സമ്പത്തും ഒന്നും ഉപകാരപ്പെടാത്ത ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പണിയെടുക്കുന്ന, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പലതും ത്യജിക്കാൻ സാധിച്ച, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ച, നന്മകളുടെ കൂമ്പാരമായി വാരിക്കൂട്ടാൻ സാധിച്ച, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ആ പറയുന്ന കൽബുൽ സലീമിലേക്കും കൽബുൽ മുത്മഇന്നയിലേക്കും വളരാൻ സാധിച്ച മഹാസൗഭാഗ്യവാന്മാരായി മാറാൻ നമുക്ക് സാധ്യമാവണം. അതിന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അതിനൊരു അവസരമായിക്കൊണ്ട് ഈ പറയുന്ന ശഅബാൻ മാസത്തിലെ അവസാന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ ഈ ശഅബാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ഖുതുബകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ അവസാന സമയങ്ങളിൽ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി വെമ്പുന്ന ഈ സമയത്ത് ഈ അർത്ഥത്തിൽ നമ്മൾ കൃത്യമായ കൽബുൽ സലീം നമുക്കുണ്ടാവണമെന്ന, കൽബുൽ മുത്മഇന്ന മനസ്സ് സമാധാനമടഞ്ഞ ആത്മാവായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു വലിയ മനോഹരമായ അവസ്ഥ നമുക്കുണ്ടാവാൻ ഈ അടുത്ത റമദാൻ നമുക്ക് ഉപകാരപ്പെടണം. നമ്മുടെ നിരന്തരമായ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ സാധ്യമാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറളില്ലാഹി അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ നമ്മുടെ റിൻദി മഖ്ദൂം അദ്ദേഹത്തിന്റെ അദിക്കിയ എന്ന് പറയുന്ന കിതാബിൽ ഈ സുഹൂഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് അദ്ദേഹം പറയുന്നത്, തഖ്വല്ലിലാഹു മദാറു കുല്ലു സഅദത്തിൻ വതിബാഉ അഹ്വാറു ശരി ഹബായില എന്ന് പറയാനുണ്ട്. പിന്നീട് സൂഫിയും ചിന്താധാരയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ആ പറയുന്ന രണ്ട് വരി അദ്ദേഹം ഹംദും സലാത്തൊക്കെ പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖിൽ ഉലാ ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില ثم الصلاة على الرسول المصطفى والآل والأصحاب تبائن بلا ذرة. അദ്ദേഹം പറയുന്നത് തഖ്വൽ ഇലാഹു മദാറു കുല്ലു സഅദത്തിൻ വതിബാഉ അഹ്വാ വഅസ്ശരി ഹബായില എന്നാണ്. അഥവാ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുന്നത്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാ വിജയങ്ങളുടെയും അടിത്തറയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് തഖ്വൽ ഇലാഹു മദാറു കുല്ലു സഅദത്തിൻ വതിബാഉ അഹ്വാ വഅസ്ശരി ഹബായില. നിങ്ങൾ നിങ്ങളുടെ ഹവയെ, നിങ്ങളുടെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ പിന്നാലെ പോയാൽ അതാണ് എല്ലാ തിന്മകളുടെയും താക്കോല് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒന്നിന്റെ ഓപ്പോസിറ്റ്, നമ്മുടെ തഖ്വയുടെ നേരെ വിപരീതമാണ് നമ്മുടെ ഹവയെ പിൻപറ്റുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച് അങ്ങ് നമ്മൾ എന്താ പറയാ, ഈ കന്നുകാലികൾ അയച്ചിട്ടതുപോലെ നമ്മൾ അതിന് പിന്നാലെ പോവുക എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥ. നമ്മൾ മാറേണ്ടത് അള്ളാഹു നമുക്ക് നിശ്ചയിക്കുന്ന അതിർവരമ്പുകൾക്കുള്ളിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതിന് വേണമെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ശുദ്ധി കലശം ഉണ്ടാവണം. നമുക്കറിയാം, നമസ്കരിക്കാൻ വേണ്ടി പോകണം മുമ്പ് നമ്മൾ ഒതുവെടുക്കും, അല്ലെ? അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഈ പറയുന്ന റമദാന് മുമ്പിൽ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമുക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, പിഴവുകൾ, കുറവുകൾ അതൊക്കെ നികത്താൻ നമുക്ക് സാധ്യമാവണം. അതൊക്കെ പൊറുക്കാൻ നമുക്ക് സാധ്യമാവണം. കാരണം
അപ്പോഴാണ് നല്ല മനസ്സോടുകൂടി നമുക്ക് റമദാനെ സ്വീകരിക്കാൻ സാധിക്കുക. നമുക്കറിയാം, ഈ പറയുന്ന നമ്മൾ പലപ്പോഴും വണ്ടികൾ സർവീസ് ചെയ്യാറുണ്ട്, നമ്മൾ വീടിന്റെ മുറ്റത്തൊക്കെ വെച്ച് നമ്മൾ കഴുകാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇസ്തിഗ്ഫാർ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ, തൗബ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡീപ്പായി അതിനെ കഴുകി വിശദീകരിക്കുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യാൻ, കഴിഞ്ഞു പോയ തിന്മകളെ കുറിച്ച് അള്ളാഹുവിനോട് ഖേദിച്ച് പേടിച്ച് മടങ്ങി റബ്ബിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു, ധാരാളമായി കൊണ്ട് തിന്മ ചെയ്ത, അല അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് തന്നെ തിന്മ പ്രവർത്തിച്ച മനുഷ്യന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ടൊരിക്കലും ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു നിങ്ങളെ മുഴുവൻ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യവാനുമാണ് എന്ന് റബ്ബ് നമ്മെ പറയുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെ മനോഹരമായ വാതായനങ്ങൾ റബ്ബ് നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളമായ ഹദീസിലൂടെയും നമ്മോട് പറഞ്ഞു, തൗബയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ധാരാളമായി കൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിന് വേണ്ടി. അങ്ങനെ വന്നാൽ റബ്ബ് നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രമാത്രം നമ്മൾ ചെറുത് ചെയ്താൽ വലുത് ചെയ്യാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന റബ്ബ് നമുക്കുണ്ടാകുമ്പോൾ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ജന്നത്തിൽ മുത്തഖീങ്ങൾക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞ് സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് വേണ്ടി സ്വർഗം അവർക്ക് വേണ്ടി അവരെ സമീപസ്ഥമായി കൊണ്ട് അവരിലേക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ് അള്ളാഹു പറയുന്നത്. ആ മനോഹരമായ രംഗം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം. അത് കൊതിയോടുകൂടി കാത്തിരിക്കുന്ന സത്യവിശ്വാസികളായിരിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഇവിടെ ഒന്ന് റിനൈ ടിവിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് കളക്ഷൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പത്രം, മുസ്ലിം സമുദായത്തിനകത്ത് ആദ്യം പത്രം തുടങ്ങിയത് ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. നമുക്കറിയാം, അല്ലമീൻ പത്രവും അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രവും ഒക്കെ. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചാനലുകളുടെ കാലഘട്ടത്തിൽ, പുതിയ മീഡിയകളുടെ കാലഘട്ടത്തിൽ നമ്മുടെ ദഅവത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് റിനൈ ടിവി എന്ന് പറയുന്നത്. അതിനുള്ള കളക്ഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതിനെല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ റമദാനുമായി ബന്ധപ്പെട്ട അഹ്ലൻ റമദാൻ പരിപാടി നമുക്കറിയാം, വരുന്ന ഫെബ്രുവരി 8 ഞായറാഴ്ച, മറ്റന്നാൾ പിന്നെ MIS നോളജ് സെന്ററിൽ വെച്ചുകൊണ്ട്, കണ്ണൂരിൽ താണയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ കുട്ടി മദിനി പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. വൈകുന്നേരം 7 മണിക്കാണ്. എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, MSMന്റെ ഈത്തപ്പഴ ചാലഞ്ച് ഉണ്ട്. ഈത്തപ്പഴ ചാലഞ്ച്, ആ പരിപാടിയിലും നിങ്ങൾ പങ്കാളികളാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നമുക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർ നമ്മോട് കൈ നീട്ടുന്നതിനപ്പുറത്ത് നമ്മുടെ പൈസയുമായി നടക്കാൻ തയ്യാറാവണം. എനിക്ക് സ്വർഗം വേണം എന്നുള്ള കൊതിയോടുകൂടി എവിടെയാണ് സദഖ കൊടുക്കാൻ എന്തെങ്കിലും അവസരമുള്ളത് എന്ന രൂപത്തിൽ പള്ളിക്ക് സംഭാവന നൽകുമ്പോഴായാലും മറ്റു ഏത് നിരക്കുള്ള ദീനി പ്രവർത്തനത്തിനുള്ള സംഭാവനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിച്ച് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനാണ് പ്രതിഫലം കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നന്മകളിലൊക്കെയും നിങ്ങൾ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ദോഷങ്ങളും അള്ളാഹുവിനെ കുറിച്ച് മാപ്പാക്കി തരുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإيمان والمؤمنين وأذل الكفر والكافرين. اللهم دمر أعداءنا وأعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا برحمتك يا أرحم